എന്നെയുമായിട്ട് അടുക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ളതാണ്. അതിപ്പം 10-12 വർഷം പരിചയമുള്ള സുഹൃത്തുക്കൾക്കും അറിയാമായിരിക്കും. ചിലപ്പോൾ 2 വർഷം മുന്നേ എൻ്റെ സുഹൃത്തായ ഒരാൾക്കും എൻ്റെ ഇത്രയും കാലത്തെ ജീവിതം എന്താണെന്നുള്ളത് അറിയാമായിരിക്കും. ഞാൻ അത്രയും ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനിത് വോക്കലാകാൻ വേണ്ടി വോക്കലാവുന്നതല്ല. ഇതെന്റെ ക്യാരക്ടറിൽ ഉള്ളതാണ്. അപ്പൊ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു സ്പേസിൽ ഞാൻ ഇരുന്ന് സംസാരിക്കുവാണെങ്കിൽ ചിലപ്പോൾ ഞാൻ അങ്ങ് ഓപ്പൺ ആയിട്ട് സംസാരിച്ച് പോകുന്നതാണ് കാര്യങ്ങൾ. അതാണ് സത്യം. പക്ഷെ ഇപ്പൊ നമ്മളിപ്പോ ഒരു ചോദ്യം ഉണ്ടാക്കുമ്പോൾ പോലും നമ്മളുടെ ഭാഗം ഓക്കെ ആക്കിയിട്ടാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത്, മനസ്സിലായോ? പക്ഷെ ആര് സംസാരിക്കുമ്പോൾ പലപ്പോഴും ഈ പ്രധാനമായിട്ട് റിലേഷൻഷിപ്പിലെ കാര്യമൊക്കെ പറയുമ്പോൾ ആര്യയുടെ ഭാഗത്തും തെറ്റുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഈ മനസ്സിലായോ? ഭയങ്കര വ്യത്യാസം ഉണ്ട് അതിന്. പ്രത്യേകിച്ച് സ്ത്രീ വന്നിട്ട് ഒരു റിലേഷൻഷിപ്പ് ഫെയിലിയർ ആയതിന് എന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നൊക്കെ പറയുമ്പോൾ അതിന് അർത്ഥങ്ങൾ എത്രയോ ആളുകൾ ഉണ്ടാക്കും. അല്ലെങ്കിൽ എന്തായിരിക്കും ഈ അങ്ങനെ ഒരു ഇമേജ് കോൺഷ്യസ് അല്ലാതെ അങ്ങനെ കാര്യങ്ങൾ പറയാന്നുണ്ടല്ലോ, അത് ശരിക്കും സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്തു പോയതാ? ഇതിന്റെയൊക്കെ പരിണിത ഫലം അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ആലോചിച്ചിട്ടില്ല. പിന്നീട് ഇതൊക്കെ ആൾക്കാര് നമ്മളെ ജഡ്ജ് ചെയ്യുമല്ലോ. ഞാൻ പറഞ്ഞത് ഇപ്പൊ ആര്യയുടെ തെറ്റെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആരും ഉദ്ദേശിച്ചത് അതൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആയിരിക്കും. ശരിയാണ്. ഞാൻ തെറ്റ് എന്ന് പറഞ്ഞാൽ പലരും തെറ്റായ രീതിയിൽ അതിനെ മൊറാലിറ്റി ഇന്റഗ്രിറ്റി ഇതെല്ലാം ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇല്ല, അതാ ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ നമ്മൾ അറിയാത്ത ആൾക്കാരാണ് ഇതൊക്കെ കേൾക്കുന്നത്. അത് അവർക്ക് എന്താണ് ശരിക്കും സംഭവിച്ചതെന്നും അറിയില്ല. ഈ കുട്ടി പറയുന്നു ഈ കുട്ടിയുടെ തെറ്റാണെന്നും പറയുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ഇവർക്ക് അറിയില്ല. അപ്പൊ എന്തോ പ്രശ്നമുണ്ട്. അപ്പം ആൾക്കാര് നാച്ചുറലി ജഡ്ജ് ചെയ്യുന്നതാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ മലയാളീസിന്റെ ക്യാരക്ടറിലുള്ള ഒരു പ്രത്യേക സാധനമാണ്. ഒറ്റയടിക്ക് നമ്മൾ അങ്ങ് വിധി എഴുതി കളയും, ജഡ്ജ് ചെയ്യും. ആൻഡ് അതിനെ ഭയങ്കര എവിടെയെങ്കിലുമൊക്കെ അത് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ ഒരു അവസരം കിട്ടി അവരത് ചെയ്യുകയും ചെയ്യും. അതിന് ഇന്ന് ഏറ്റവും സുലഭമായ ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. പ്രത്യേകിച്ച് ഞങ്ങളെ പോലുള്ള ആൾക്കാരുടെ അക്കൗണ്ട് ഒക്കെ തുറന്നു കൊടുത്തിരിക്കുക പബ്ലിക് അക്കൗണ്ടാണ്. ആർക്ക് വേണോ എന്ത് വേണോ വന്ന് വിളിച്ച് പറയാം. അപ്പോൾ ആൾക്കാർ ജഡ്ജ്മെൻ്റൽ ആയിട്ടുണ്ട്. ഞാൻ അവരെ കംപ്ലീറ്റ്ലി കുറ്റം പറയില്ല. കാരണം ഇപ്പോൾ നമ്മൾ പറയുന്നതിനെ അവർ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയായിരിക്കാം. നമ്മൾ മുഴുവനായിട്ട് എന്താ കാര്യം എന്നുള്ളത് പറഞ്ഞിട്ടുമില്ല. അപ്പം ശരിയാണ്. പക്ഷെ ഞാൻ ഒരിക്കലും ഇത് ചിന്തിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ചിന്തിച്ചിട്ടല്ല ഓരോന്നിരുന്ന് സംസാരിക്കുന്നത്. ഇപ്പം പക്ഷെ ഞാൻ ഇവിടെ ഇരുന്ന് ഇതൊക്കെ പറയുമ്പോൾ ഞാൻ അല്ലെങ്കിൽ ഈശ്വര ഇനി ഇത് വെച്ചിട്ട് എന്തൊക്കെയാണാവോ പറയാൻ പോകുന്നത്. പക്ഷെ എന്നാലും എനിക്ക് പറയണമെന്നുണ്ട്. ഇറ്റ്സ് നാച്ചുറലി കമ്മിങ് ഔട്ട്. എനിക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇവിടെ ഇടണമെന്ന് തോന്നുന്നില്ല. എനിക്കറിയാം ചിലപ്പം ഇതും ഈ പറഞ്ഞതിനെയും ആൾക്കാർ ജഡ്ജ് ചെയ്യുമായിരിക്കാം. ഇതിൻ്റെ താഴെയും മോശമായ കമൻസ് വരുമായിരിക്കാം. നീ വലിയ പുണ്യാളത്തി ഒന്നും ചമയണ്ട എന്നൊക്കെ ആൾക്കാർ ഇതൊക്കെ പറയും. ശരിയാണ്, അതിൽ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ചെയ്ത ഒരു മിസ്റ്റേക്കിന്റെ അക്കൗണ്ടബിലിറ്റി എടുക്കുക എന്ന് പറയുന്നത് അതൊരു മോശം കാര്യമല്ലല്ലോ. നമ്മൾ ചെയ്തതാണെങ്കിൽ ഞാനത് കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് പറയാണ്. ഈ സ്ത്രീകൾ, അതായത് സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകൾ, സിനിമയിൽ ഭാഗമായിട്ടുള്ള സ്ത്രീകൾ, നടിമാര്, ഇവരൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ട് ഭയങ്കര ഇമ്മോറലായിട്ടുള്ള കാര്യം അടിച്ചേൽപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് അവർക്കുണ്ടാവുന്ന ബന്ധങ്ങൾ അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന സൗഹൃദങ്ങളിലൊക്കെയും മൊത്തം അസാൻമാർഗികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അങ്ങനെ ഒരു സ്റ്റിഗ്മ ഉണ്ടാക്കുന്ന ഒരു ഏരിയ ഉണ്ട്. എസ്പെഷ്യലി നിങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, മനസ്സിലായോ? ഇത് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാനിപ്പോ ഈ ഒരു അറീനയിൽ വർക്ക് ചെയ്യുന്ന കാരണം കൊണ്ടാണ്. ഇപ്പൊ ഞാനൊരു എന്റർപ്രണർ മാത്രമാണെങ്കിൽ എനിക്ക് ഇത്ര ഇത് ഫേസ് ചെയ്യേണ്ടി വരില്ല. അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ലാത്ത ഒരാളാണ്. ഞാൻ അങ്ങനെയൊന്നും കാട് കയറി ചിന്തിക്കാത്ത ഒരാളാണ് സത്യം പറയാലോ. അതും കൂടിയിട്ട് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നതിൻ്റെ ഒരു റീസണും അതുകൊണ്ട്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല. ഐ ഡോണ്ട് തിങ്ക്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ തിങ്ക് ചെയ്യാറില്ല. വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങളെ മാത്രം ഓവർ തിങ്ക് ചെയ്ത് വിടുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഞാൻ. പിന്നെ ഈ പറഞ്ഞ ഇപ്പം ഒരു കൂടുതൽ സ്ത്രീകളും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പം നമ്മളെ എപ്പോഴും തേച്ചിട്ട് പോകുന്നത് ആണുങ്ങളാണ് എന്ന് പൊതുവെ ഒരു സംസാരം ഒരു കാലഘട്ടം വരെയും ഉണ്ടായിരുന്നു. ഈയിടെയായിട്ടാണ് അത് മാറിയത്. അതായത് തേക്കാൻ പെണ്ണുങ്ങളും ഇടുക്കികളാണ്, പെണ്ണുങ്ങളും തേക്കാറുണ്ട്, ആണുങ്ങളും തേക്കാറുണ്ട്. അങ്ങനെ എല്ലാ ആണുങ്ങളുടെ തലയിൽ അതങ്ങ് അടിച്ചേൽപ്പിക്കണ്ട എന്നുള്ള സാധനം വോക്കലായി തുടങ്ങിയത് വളരെ റീസെൻ്റ്ലി ആണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ലേഡീസിന്റെ കേസ് എടുത്താലും എല്ലാവരും ഒരുപോലെ ആവണം എന്നില്ല. ചിലപ്പോൾ കുറെ ആൾക്കാർ ഒരുപോലെ ചിന്തിക്കുന്നുണ്ടാവും, കുറെ ആൾക്കാർ എവറി ഇൻഡിവിജ്വൽ ഇസ് ഡിഫറെന്റ് അല്ലേ. അപ്പൊ എല്ലാവരുടെയും തോട്ട് പ്രോസസ്സ് വേറെയാണ്. ഒരുപോലെ ചിന്തിക്കുന്ന കുറെ പേർ ഒന്നിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. മറ്റൊരു കാര്യം ശ്രദ്ധപ്പെട്ടത്, ഈ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യുമല്ലോ ഇതിലെ,
ഇതിൽ ഈ ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു ചതി എന്താണെന്ന് വെച്ചാൽ ആളുകൾക്ക് അറിയാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഗെറ്റ് റെഡി വിത്ത് മീന് മുമ്പും അവരൊന്ന് ഗെറ്റ് റെഡി ആയിട്ടുണ്ടാവും കുറെ ആളുകൾ, എന്നിട്ടാ പിന്നെ നമ്മൾ കാണുന്ന ഗെറ്റ് റെഡി വിത്ത് മീലേക്ക് എത്തുന്നത്. പക്ഷെ ആര്യയുടെ ഗെറ്റ് റെഡി വിത്ത് മീൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ശരിക്കും ഗെറ്റ് റെഡി ആവാണ്ട് ഗെറ്റ് റെഡി ആവുന്ന അല്ല, അങ്ങനെ അതായത് നോ മേക്കപ്പ് ലുക്കിനും ഒരു മേക്കപ്പ് ഇടുന്ന ആളുകളുണ്ടല്ലോ, മനസ്സിലായോ? അത് അങ്ങനെ ചെയ്യണം തന്നെ വിചാരിച്ചത്. അതായത് ആര്യയുടെ കുഴിവുള്ള കണ്ണുകളോ അല്ലെങ്കിൽ ചുളിവുകളോ മൂക്കുരുകളോ പാടുകളോ ഒക്കെ ഞങ്ങൾക്ക് കാണാം. അതിനുശേഷമാണ് ഈ പറഞ്ഞ ഫ്ലാഷി കട്ട് വരുന്നത്. അതങ്ങനെ ചെയ്യണം എന്ന് എന്താ തോന്നിയത്? സത്യസന്ധമായി പറഞ്ഞ എനിക്ക് മടിയാണ്. ഞാന് അതായത് എന്റെ കയ്യിൽ ഈ മറ്റേ ട്രൈപോഡും സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ എവിടെയെങ്കിലും കുത്തി വെച്ച് ആദ്യമേ സെറ്റ് ചെയ്ത് ഓൺ ചെയ്ത് വെച്ചിട്ട് പോയി പൊതിച്ചു കൊണ്ടിട്ട് രാവിലെ ഉറക്കണിക്കുന്ന ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഇത്രയും മെനക്കെടണ്ടേ ഇത് കൊണ്ടുപോയി കുത്തി വെച്ച്? ബേസിക് കാര്യം മടിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത്രയും ഞാൻ എന്തിന് എന്ന് വെച്ചാൽ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറഞ്ഞാൽ ഞാൻ മേക്കപ്പ് ഇടുന്നതിന് മുമ്പ് ഞാൻ നൈറ്റ് ഇട്ട് തലയൊക്കെ വാരി കെട്ടി ഇങ്ങനെയാണ് ഞാൻ മേക്കപ്പ് അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് മുന്നേ ഒരുങ്ങാൻ തുടങ്ങുന്നത്. ഇങ്ങനെയാണ് നമ്മളത് ചെയ്യുമ്പോൾ അത് ജെന്യുവൻ ആയിട്ട് ചെയ്യുന്നതല്ലേ. പിന്നെ എനിക്ക് സ്റ്റാൻഡിൽ കുത്തി വെക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ കൈയമ്മയെ പിടിച്ചിട്ട് തന്നെയാണ് അതെല്ലാ പരിപാടിയും ചെയ്യുന്നത്. ഞാൻ ഇതിന്റെ ആംഗിൾ ബ്യൂട്ടിയോ സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ ബാക്ക്ഗ്രൗണ്ട് പോലും നോക്കാറില്ല. ചിലപ്പോ എന്റെ കിടക്കുന്ന കട്ടില് ഷീറ്റൊക്കെ ഉടഞ്ഞ് വലഞ്ഞ് കോല കിടക്കുന്നതൊക്കെ ആയിരിക്കും ചിലപ്പോ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വരുന്നത്. പിന്നീട് എന്റെ ഫ്രണ്ട്സ് ചോദിക്കുക കട്ടിൽ കിടക്കുന്ന ഷീറ്റയിൽ ഒന്ന് മടക്കി വെച്ചിട്ട് ഇതൊക്കെ ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ. ഞാൻ പറഞ്ഞില്ല, അതാ ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുന്ന ആളല്ല. എനിക്കപ്പോ ചെയ്യണമെന്നൊന്നും ഞാൻ ചെയ്യും, ഇതാണ് സത്യം. അല്ല, അപ്പൊ ഈ ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എസ്തെറ്റിക്സ് ഉണ്ടല്ലോ. ഉണ്ട്. അല്ല, എനിക്ക് അത് അങ്ങനെയുള്ള കുറെ അക്കൗണ്ട്സ് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇഷ്ടമാണ് ലൈക്ക് എസ്തെറ്റിക് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കളർ പാലറ്റ് വെച്ച് ചെയ്യുന്നു, ഭയങ്കര നീറ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാര് ഞാൻ കണ്ടിട്ടുണ്ട്. മോർണിംഗ് റുട്ടീൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ. അതാണ് ഞാൻ ഇപ്പൊ കാണിച്ചത്. രാവിലെ ബെഡിൽ നിന്ന് ഇങ്ങനെ എണീറ്റ് വരുന്ന. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, ബെഡിൽ നിന്ന് ഇവരെ എണീറ്റ് വരണമെങ്കിൽ ക്യാമറ, നമ്മളിപ്പോ ഈ ഫീൽഡിലുള്ള ആൾക്കാർ നമുക്ക് ആംഗിള് സെറ്റ് ചെയ്യുന്ന നമുക്കറിയാലോ ഏത് ആംഗിളിലായിരിക്കും സെറ്റ്. അപ്പൊ ഞാൻ ക്യാമറ എന്തപ്പോ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇവര് പൊതിച്ചിട്ടല്ലേ പിന്നെ എണീറ്റ് വരുന്നതൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. പക്ഷേ ആ വീഡിയോസ് കാണാനൊരു സുഖമാണ്. ഈ പറഞ്ഞ പോലെ എസ്തെറ്റിക്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. എന്നിട്ട് അവരിങ്ങനെ ക്രോസ് ചെയ്ത് നടന്നു പോകുന്നു. അടുത്ത കട്ട് വരുന്നത് കിച്ചണിൽ അവര് കോഫി കെറ്റിലിന്റെ അടുത്തേക്ക് പോകുന്നതാണ്. അപ്പൊ ഞാൻ ആലോചിക്കും, ഇതിനു മുമ്പ് കിച്ചണിൽ വന്ന് ഈ ട്രൈപോഡ് ഈ ആംഗിളിൽ നോക്കി സെറ്റ് ചെയ്ത് വെച്ചാലേ കറക്റ്റ് അവര് കെറ്റിലിന്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോ ഈ സാധനം കിട്ടുള്ളൂ. ഞാൻ ഇതൊക്കെ ചിന്തിക്കാറുണ്ട്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരോട് അസൂയം തോന്നാറുണ്ട്. എന്തോരം മെനക്കെട്ടിട്ട് അവരത് ചെയ്യണമെന്ന്, ആക്ച്വലി സ്പീക്കിംഗ് അല്ലേ. എനിക്ക് അത് അവരെ അപ്രിഷിയേറ്റ് ചെയ്തേ പറ്റൂ. അങ്ങനെ എസ്തെറ്റിക് ആയിട്ടൊക്കെ ഓരോന്ന് ചെയ്ത് വ്യൂസ് ഒക്കെ കിട്ടി അക്കൗണ്ടിന് റീച്ച് ഉണ്ടാകുന്ന ആൾക്കാരോട് എനിക്ക് ഭയങ്കര ബഹുമാനമുണ്ട്. ഇത്രയും അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത്. ഈ പണ്ട് ഈ ചെന്നൈ സിൽക്സിനും ബാക്കിയുള്ള ഇതിനൊക്കെ ആഡിനൊക്കെ മോഡലായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയിട്ട് ഇത് അയക്കുകയാണല്ലോ. പിന്നെ അവിടെ നിന്ന് ഒരു റിപ്ലൈ വരണം. ഇന്ന് കാര്യങ്ങൾ ഭയങ്കര, ഇപ്പൊ കാഞ്ചീപുരത്തിന് ഒരു ആഡ് വേണമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടാൽ തന്നെ എത്രയോ കുട്ടികൾ അതിലേക്ക് വരും. കാര്യങ്ങൾ എളുപ്പമായി. അല്ലെങ്കിൽ കുറെ ഇപ്പൊ ഞാൻ അന്ന് എന്റെ സ്റ്റാർട്ടിങ് അവസ്ഥേനൊക്കെ വെച്ചിട്ട് ഇന്ന് കുറെ കൂടി ഈസിയാണ് ഇപ്പോഴത്തെ ജനറേഷന്, അങ്ങനെ തോന്നുന്നുണ്ടോ? അതോ ഇപ്പോഴത്തെ ജനറേഷന് ഓപ്ഷൻസ് കൂടിയതിന്റെ ഒരു സ്ട്രഗിളും ഉണ്ടല്ലോ. ഇതിനെങ്ങനെയാ കാണുന്നത്? ഇല്ല, അത് നല്ലതല്ലേ. ബിക്കോസ് കാലം പോകും തോറും കാര്യങ്ങൾ ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുക. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇപ്പൊ എന്താ വെച്ചാല് നമ്മളുടെ വീടുകളിൽ എത്ര പേരുടെ വീട്ടിൽ ഇപ്പൊ ടി വി കാണുന്നുണ്ട്? എന്റെ വീട്ടിലൊന്നും ടി വി ഇല്ല, ആസ് ഇൻ ചാനൽസ് ഇല്ല. പണ്ടൊക്കെ നമ്മുടെ ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ നമുക്കൊരു എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ടെലിവിഷനാണ്. ചാനലുകൾ ഏഷ്യാനെറ്റ്, സൂര്യ, കൈരളി, മനോരമ, ദൂരദർശൻ, അങ്ങനെ അമൃത, ജീവൻ, റോസ് ബൗൾ, ACV, എത്ര ചാനലാണ്. ചാനൽസ് ഏഷ്യാനെറ്റ് പ്ലസ്, മറ്റേത് കൈരളി, അങ്ങനെ എത്ര ചാനൽസ് ആണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒന്നും വീട്ടില് കേബിൾ ഇല്ല, ചാനൽസ് കാണുന്നില്ല. ഇന്ന് നമ്മൾ കംപ്ലീറ്റ്ലി OTT ആയി അല്ലേ. ഇപ്പൊ ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന റിയാലിറ്റി ഷോസ് വരെ നെക്സ്റ്റ് ഡേ OTT-യിലെ എപ്പിസോഡ്സ് അപ്ലോഡ് ആവുകയാണ്. അപ്പം നമുക്ക് കൂടുതൽ കൺവീനിയൻറ്റ് OTT ആണ്. ബിക്കോസ് നമുക്ക് ഫോണിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിടാം, അതിന്ന് കാണാം. സോ ഇപ്പോൾ ടെക്നോളജി വളരും തോറും കുറച്ചും കൂടി കാര്യങ്ങൾ ഈസിയർ ആയിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ മീഡിയ അതനുസരിച്ച് മാറുന്നുമുണ്ട്. മീഡിയ ഇസ് നോട്ട് സ്റ്റക്ക്.
ഇപ്പൊ ആകപ്പാടെ എനിക്ക് തോന്നുന്നു ചാനൽസിന് വേണ്ടിയിട്ട് ടെലികാസ്റ്റിന് വേണ്ടിയിട്ട് എല്ലാ ചാനൽസും ചെയ്യുന്നത് സീരിയൽസ് മാത്രമേ ഉള്ളൂ. അതെ അതെ മറ്റേ ഈ റിയാലിറ്റി ഷോസ് അല്ലെങ്കിൽ പ്രൈം ടൈം ഷോസ് ഒക്കെ ഉണ്ട്. എത്രയോ പാട്ട് പരിപാടികൾ, ഡാൻസ് പരിപാടികൾ, കുക്കിംഗ് ഷോസ് ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ചാനലുകളാണ് ഇതൊക്കെ. അതിന്റെയൊക്കെ യൂട്യൂബ് വേർഷൻസ് നമ്മുടെ അതൊക്കെ അതെ, അതെല്ലാം കുറഞ്ഞു. ഇപ്പൊ ലിറ്ററലി ഇല്ലാന്ന് തന്നെ പറയാം. എല്ലാ ചാനൽസും അവരുടെ ഇങ്ങനെയുള്ള സാധനങ്ങൾ, അതായത് നോൺ ഫിക്ഷൻസ് എല്ലാം കട്ട് ചെയ്തു. ഇപ്പം ഹാർഡ്ലി 1-2 റിയാലിറ്റി ഷോസ് മാത്രമേ എല്ലാ ചാനലും റൺ ചെയ്യുന്നുള്ളൂ, അല്ലേ? എല്ലാം ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആയി.